റാസ് ഗാർഡൻ. അപ്പൊ റാസ് ഗാർഡനുള്ള നമ്മളെ ഇക്കാന്റെ പേരെന്തിങ്ങളെ? അബ്ദുൾ റസാഖ്. വളം പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂട്ടും. അപ്പോ എത്ര വർഷമായി നിങ്ങളെ ഇത് തുടങ്ങിയിട്ട്? ഞാൻ 4 വർഷം. അപ്പോൾ എല്ലാവർക്കും അറിയാം അബ്ദുൾ റസാഖ് ഭായി യൂട്യൂബിൽ എല്ലാത്തിലും ഉള്ളതാണ്. ഭയങ്കര സുപരിചിതമായ ഒരു വ്യക്തിയാണ്. അപ്പൊ അല്ലേ, ചാനലെല്ലാം ഉണ്ടല്ലേ? ചാനലൊക്കെ ഉണ്ട്. എത്ര ഉണ്ട് ഇതിൽ? 1,00,000 ഒരേ ഡിഫറൻസിനാണ്. അപ്പൊ കാണാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേക ഇനം ചെടികളൊക്കെ കാണാൻ വേണ്ടി വന്നത്, വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതെന്ത് സംഭവം? എന്താണിത്? ചെടികൾക്കുള്ള ഇതാ? ഏത് ഗ്രേപ്സിന്റെയാ? ഇതെന്ത് ചൊക്കിയ? നെല്ലിക്ക? മിറാക്കിൾ ഫ്രൂട്ട്. ഇത് മംഗോസ്റ്റീൻ. ഇത് മംഗോസ്റ്റീൻ അകത്തൊരു പുളിയുള്ളതല്ലേ, പുളിന്റെ കായ്? അത് നെക്സ്റ്റ് സീസണിൽ കായ്ക്കുമ്പോ ബുദ്ധിമുട്ട് വരുമോ? ഇല്ല, വരില്ല. 2 ഇന്നൈറ്റിന് ഒരു 2 സീസൺ ഒരു ഈ ഇന്നൈറ്റിന് വലിയ തൈനെ കട്ട് ചെയ്ത്, വലിയ പ്രായമുള്ള തൈനെ കട്ട് ചെയ്ത് പുഷാക്കി. ഇത് കട്ട് ചെയ്യാത്തത് ഒരു 1.5-2 വർഷത്തിനുള്ളിൽ കഴിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തത് പോരെ. ഇത് ഇതിന്റെ റേഞ്ച് എങ്ങനെ വരും? 1500. വൃക്ഷത്തിന് അധികം ഓവർ വെയിൽ പാടില്ല, തണല് വേണം. തണല് വേണം അല്ലേ? ഇത് എത്ര മാംഗോസ്റ്റീന് എത്ര വർഷം കൊണ്ട്? അല്ല, എത്ര വർഷം കൊണ്ട്? ഇതിന്റെ ചെറിയതുണ്ടോ? ചെറിയത് ഉണ്ടല്ലേ? 500 രൂപ മുതൽ സ്റ്റാർട്ടിങ്. എത്ര വർഷം കൊണ്ട് കഴിക്കുന്നത്? 8 വർഷം 10 വർഷം. ഇത് 2000. അത് 2000 രൂപ. ആണെങ്കിൽ 5 ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാം നിങ്ങളുടെ ഭാഗ്യമില്ലാത്ത ആളാണെങ്കിൽ 5 സാധ്യതയുണ്ട്. ആണാണെങ്കിൽ കായ്ക്കൂല, പൂട്ട് കോപ്പി കഴിക്കുന്നതിനോട് വെച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടാ. ഇത് തായ്പെര പപ്പായ പേര. മധുരമുണ്ടോ? മുസംബികള്. ഇതെന്ത് ചെടിയാ? വിയറ്റ്നാം മുസംബി. ഇതെല്ലാം വിയറ്റ്നാം മുസംബി. ചക്ക ആയിട്ടുണ്ട് കേട്ടാ. ഇതാ ചക്ക. വിയറ്റ്നാം ചക്ക ആയിനോ? പൂതാടെ മൂടി വെച്ചിട്ട് ഇത് നോക്ക്. കിലോ 1 കിലോ ഉണ്ടാവും അല്ലേ? വിയറ്റ്നാം മുസംബി. എല്ലാം വിയറ്റ്നാം മുസംബിയാണ് എല്ലാം. ഏത് ചെറുതാണെങ്കിൽ 500 രൂപ. ഒരു വർഷം കൊണ്ട് കഴിക്കോ? 1 വർഷം കൊണ്ട്. അടുത്ത വർഷം എത്ര? ഇത് 1500. കായ്ച്ചതുണ്ടല്ലോ, കാഴ്ച പീസ് ഇതല്ലേ? കാഴ്ച തൈ അതുണ്ട്. ഏതെങ്കിലും ഒന്ന് പറയും. ഒന്നിരിക്കലും കാഴ്ച പോണെന്ന് പറയും. അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് കാഴ്ച. അടുത്ത വർഷം കായ്ക്കുമ്പോൾ അടുത്ത വർഷം കായ്ക്കില്ല, 2 വർഷം എടുക്കും. ഇത് 1500. നല്ല തൈ, നല്ല തൈ നോക്കിട്ട് കേട്ടു. ഒഴിവാക്കി അത്രയും ചാണപ്പൊടി എടുക്കും. ഉദാഹരണം 4 കൊട്ടം മണ്ണാണ് നിങ്ങൾക്ക് ആ കുഴിയിൽ നിന്ന് കിട്ടിയതെങ്കിൽ 2 കൊട്ടം മണ്ണെടുക്കും, 2 കൊട്ട ചാണപ്പൊടി എടുക്കും, ഒരു 200 ഗ്രാം എല്ലുപൊടി, ഒരു 50 ഗ്രാം ഹ്യൂമിക് പൗഡർ, ഹ്യൂമിക് ആസിഡ്, 3 കൂടെ മിക്സ് ആക്കിയിട്ട് ആ കുഴി 3 അടി കുഴീനെ 2 അടി ഫില്ല് ചെയ്തിട്ട് 1 അടി ആക്കിയിട്ട് മാറ്റുക. നമ്മളെ ബാഗ് 1 അടി ഉണ്ടാവില്ല. അത് കവർ പൊട്ടിച്ചിട്ട് വെച്ചിട്ട് സൈഡിലൊക്കെ ഈ മിക്സ് ചെയ്ത മണ്ണ് തന്നെ ഇട്ടു കൊടുക്കും. വേര് പെട്ടെന്ന് കവറാകും. അതിനും ഇത് കൊടുത്താല് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹ്യൂമിക് ആസിഡ് കൊടുത്താൽ പുതിയ വേര് കിട്ടും. ഹ്യൂമിക് ആസിഡ് മണ്ണിന്റെ അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. വളം പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂട്ടിയെടുക്കാൻ ഹ്യൂമിക് ആസിഡ് കൊടുക്കുക. സ്വാഭാവിക ഭൂമിയിലുള്ള സാധനങ്ങളാണ് അതൊക്കെ. 100 കണക്കിന് വർഷങ്ങൾ ജന്തുക്കളും സസ്യങ്ങളൊക്കെ കിടന്ന് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു ഫോമിലേക്കാണ്. അതാണ് ഹ്യൂമിക്.
ആ ഹ്യൂമിക് ഇപ്പോൾ പ്രളയമൊക്കെ വന്നതിന് ശേഷം വെള്ളത്തിൽ ഡൈല്യൂട്ട് ആയിട്ടൊക്കെ പോയി, ഭൂമിയിലൊന്നും ഇല്ല പഴയത്. ഇനി അത് അതേപോലെ ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പം നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് ഖനനം ചെയ്ത് കൽക്കരിയൊക്കെ പോലെ ഖനനം ചെയ്തിട്ട് വരണാണിത്. അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക് അത്രയേ നിവൃത്തിയുള്ളൂ. ഇവിടെ ശരിക്കുള്ള ഗ്രോത്ത് പണ്ടൊക്കെ ഭൂമിയിലുള്ള സാധനങ്ങളാണ്. ഓരോ വർഷം 10 വർഷം 100 വർഷമൊക്കെ കൂടുമ്പോൾ വെള്ളപ്പൊക്കം പ്രളയമൊക്കെ വന്ന് മരങ്ങളും മനുഷ്യരും ജന്തുക്കളൊക്കെ അടിയിൽ വീഴും. അത് ചീഞ്ഞ് അങ്ങനെ ആ ഫോമിലേക്ക് വരും. കൂടുതൽ റംബുട്ടാന് കൂടുതൽ NIT. ടീച്ചറ് വലിയതാണ്. ഹോംലി പർപ്പസ് വീട്ടാവശ്യത്തിന് വെക്കാൻ കൊമേഴ്ഷ്യലി സാധ്യത കുറയാം. കാരണം ടീച്ചർ റംബുട്ടാൻ ഇതും തായി തന്നെയല്ലേ? തായി ഇത് പറഞ്ഞില്ലേ സീസർ റംബുട്ടാനില്ലേ, അതന്നെ പെട്ടെന്ന് അതിന് എക്സ്പയർ ആവുന്ന സാധനം. ആട്ടുംകാട്ടം ചാണകപ്പൊടി 1:1 അനുപാതം. പിന്നെ ഒരു ഭാഗം മണ്ണാണെങ്കിൽ ബാക്കി ഒരു ഭാഗത്തിൽ നമുക്ക് ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടം വെർമി കമ്പോസ്റ്റ് എന്തൊക്കെ വളങ്ങളുണ്ടോ അതൊക്കെ കൂടെ ഒരു പോർഷന്. ഇത് മണ്ണൊരു പോർഷന്. പിന്നെ അതിൽ എക്സ്ട്രാ ചേർക്കാനുള്ളത് ഒരു 200 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം ഹ്യൂമിക് ആസിഡ്. എല്ലുപൊടി വേപ്പും മുണ്ണാക്കുള്ള ആമസോണിൽ കിട്ടും, അല്ലെങ്കിൽ നല്ല വളപ്പൂജ സ്റ്റാൻഡേർഡ് വളക്കടയിലൊക്കെ ഉണ്ടാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെടിയുടെ നടേണ്ട രീതിയും മറ്റും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.